സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂറിൻ അനാലിസിസ് ആണ്. യൂറിൻ അനാലിസിസ് ഓർ യൂറിൻ അലൈസിസ് എന്ന് പറയുന്നത് യൂറിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ അനാലിസിസ്, കൂടാതെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിയും കൂടി അറിയാൻ വേണ്ടിയാണ്. യൂറിൻ അനാലിസിസ് എന്ന് പറയുന്നത് കിഡ്നിയും യൂറിനറി ട്രാക്റ്റും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. കിഡ്നി മാത്രമല്ല, ബാക്കി ഏതൊരു സിസ്റ്റമാണെങ്കിൽ സിസ്റ്റമിക് ആയിട്ട് നോൺ റീനൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒക്കത്തെ ഒരു കാര്യം, പണ്ടാണ് നമ്മൾ നേരത്തെ യൂറിൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ശരിക്കും യൂറിൻ അനാലിസിസിലെ യൂറിൻ അലൈസിസ് അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. യൂറിൻ അലൈസിസ് എങ്ങനെ നമുക്ക് യൂറിൻ കളക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കണ്ടെയ്നറല്ല, നല്ല മൗത്തുള്ള കണ്ടെയ്നറിൽ യൂറിൻ കളക്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽസിലായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും ഡിസ്പോസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വൺസാണ് നമ്മളിങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിന് പുറമെ പോളിത്തീൻ ബാഗുകളും അവൈലബിൾ ആണ്. ഇത് ഇൻഫൻസിൽ നിന്നും യൂറിൻ കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, കാരണം കുഞ്ഞുങ്ങളോട് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒഴിക്കില്ല. ഇൻസ്റ്റെഡ് നമ്മളൊരു പോളിത്തീൻ ബാഗ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ യൂറിനേറ്റ് ചെയ്യുകയും ആ യൂറിൻ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷന് കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് കളക്ട് ചെയ്യാം എന്നതാണ് മെത്തേഡ് ഓഫ് കളക്ഷൻ. ഫ്രഷ്ലി വോയിഡ് ചെയ്യുക ആ ഒരു യൂറിന് ഡയറക്റ്റ്ലി നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഡയറക്റ്റായിട്ട് കൊണ്ട് ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിനോട് പറയണം യൂറിനേറ്റ് ചെയ്യണം. ആ യൂറിനേറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് യൂറിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വോയിഡിങ് മിഡ് സ്ട്രീം സ്പെസിമെൻ്റ് തന്നെ വേണം. കൾച്ചർ ചെയ്യണം ബാക്ടീരിയ ഉള്ളത് ഏതാണെന്ന് അറിയാൻ വേണ്ടി, കാരണം അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിമെൻ്റ് ഓർഗാനിസം ഈ സ്പെസിമെൻറ്റിൻ്റെ അകത്ത് സ്പെസിമെൻ്റ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പേഷ്യനോട് പറയണം ആദ്യത്തെ കുറച്ച് യൂറിൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ടൈപ്പ് ഓഫ് യൂറിൻ സാമ്പിൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഫസ്റ്റ് മോർണിംഗ് യൂറിൻ. രാവിലെ ആദ്യം എഴുന്നേറ്റ ഉടനെ മൂത്രം ഒഴിക്കാനായിട്ട് പറയണം. ഇതാകുമ്പോഴത്തേക്കും 8 മണിക്കൂർ 8 മണിക്കൂറായിട്ട് നമ്മൾ മൂത്രം ഒഴിക്കാതെ ഇരിക്കുന്നിട്ട് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് റാൻഡമായിട്ട് യൂറിനേറ്റ് ചെയ്യുന്നത്, മീൻസ് റാൻഡമായിട്ട് സ്പെസിമെൻ്റ് എടുക്കുന്നതാണ്. ഇത് ജസ്റ്റ് റൊട്ടീൻ ചെക്കപ്പിനായിട്ടൊക്കെ കെമിക്കൽ അനാലിസിസിനും മൈക്രോസ്കോപ്പിക് അനാലിസിസിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത് 24 hour യൂറിൻ സാമ്പിൾ, അതായത് 24 മണിക്കൂർ 24 മണിക്കൂറിൽ എങ്ങനെയാണ് അത്രയും ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രോട്ടീനെയും ഷുഗറിനെയും ഇലക്ട്രോലൈറ്റിൻ്റെ ഹോർമോണും, പ്രോട്ടീനും ഷുഗറും ഇലക്ട്രോലൈറ്റ് ഹോർമോണും ഇതെല്ലാത്തിൻ്റെയും പറയുന്നുണ്ട്. പോസ്റ്റ് പ്രാൻഡിയൽ സ്പെസിമെൻ എന്ന് പറയുന്നത് നമ്മളുടെ പേഷ്യൻറ്റിനോട് പറയും എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട്, അതിനുശേഷം വന്ന് ഒരു 2 മണിക്കൂറിന് ശേഷം യൂറിനേറ്റ് ചെയ്യണം. അതാകുമ്പോൾ ഗ്ലൈക്കോസ്യൂറിയ ഉണ്ടോ എന്നറിയാനായിട്ട് പറ്റും. ഇത് നമ്മൾ DM ഉള്ള പേഷ്യൻസിനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തയാണ് പ്രിസർവേഷൻ ഓഫ് യൂറിൻ. എങ്ങനെ യൂറിൻ പ്രിസർവ് ചെയ്യാമെന്ന്, അതായത് നമ്മൾ യൂറിനേറ്റ് ചെയ്തതിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ടെസ്റ്റ് ചെയ്യണം. ഇല്ല എന്ന പക്ഷം ഇതിനെ നമ്മൾ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻ കേസ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടൊളുവിന് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കാം, ദെൻ കോൺസെൻട്രേറ്റഡ് HCl, തൈമോളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, എന്താണ് യൂറിൻ അലൈസിസ് അഥവാ യൂറിൻ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. ഇതിന് ശേഷം എങ്ങനെ ഏതൊരു കണ്ടെയ്നറിനകത്താണ് യൂറിൻ കളക്ട് ചെയ്യേണ്ടത്, പിന്നെ ടൈപ്പ് ഓഫ് യൂറിൻ കളക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ പ്രിസർവേഷൻ എങ്ങനെയാണ് എന്നത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്ത നമുക്ക് ഫിസിക്കലി എക്സാമിൻ ചെയ്യണം. ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി ആദ്യം അതിൻ്റെ വോളിയം, നോർമലായിട്ടുള്ള വോളിയം ഒരു ദിവസം ഒരു മനുഷ്യൻ 600 മുതൽ 2000 ml യൂറിനാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അതിൽ കുറയുകയോ കൂടുകയോ പ്രശ്നമാണ്. അപ്പം ഫിസിക്കലി ഞാൻ എക്സാമിൻ ചെയ്യുന്നു. ഫിസിക്കലി എക്സാമിൻ ചെയ്യാനായിട്ട് ഒന്നാമത്തെ അതിൻ്റെ വോളിയം എടുക്കും.
കുഞ്ഞുങ്ങളിലാണെങ്കിൽ 300 മുതൽ 600 ml per day മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഈ വോളിയത്തിന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി 24 hour യൂറിൻ സാമ്പിള് ഈസ് മെഷറിംഗ് സിലിണ്ടറിൽ 24 മണിക്കൂർ യൂറിനേറ്റ് ചെയ്ത ആ യൂറിൻ സാമ്പിൾ കൊണ്ടുപോയി മെഷർ ചെയ്യുകയാണ് പതിവ്. അപ്പം വോളിയം എന്ന് പറയുമ്പോൾ എത്രയാണ് നോർമലായിട്ടുള്ള വോളിയം, എത്രയാണ് കുഞ്ഞുങ്ങളിൽ, എത്രയാണ് അഡൽട്ടിൽ, എങ്ങനെയാണ് യൂറിൻ ഇത് ചെയ്യുന്നത്, അതായത് ഒരു മെഷറിംഗ് സിലിണ്ടറിൽ കൊണ്ടുപോയി യൂറിൻ ഒരു 24 മണിക്കൂറിന് യൂറിൻ വെച്ച് അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി പോളിയൂറിയ എന്ന് പറയുന്നത് ഒരുപാട് യൂറിനേറ്റ് ചെയ്യും, 2000 ml കൂടുതൽ യൂറിനേറ്റ് ചെയ്യും. അത് കൂടുതലും കണ്ടുവരുന്നത് ഡയബറ്റിക് മെലിറ്റസും ക്രോണിക് റീനൽ ഡിസീസും ഡയൂററ്റിക് തെറാപ്പിക്ക് വിധേയമായതിനു ശേഷമായിരിക്കും. അടുത്തയാണ് ഒലിഗൂറിയ എന്ന് പറയുന്നത് യൂറിൻ്റെ ഔട്ട്പുട്ട് ഈ പറയുന്ന 600 ml അല്ലെങ്കിൽ ഒരു 500 ml താഴെ പോകുന്ന കണ്ടീഷൻ ഒരു ദിവസമാണ് പറയുന്നത്. അതായത് ഇന്ന് ഉച്ച മുതൽ നാളെ ഉച്ച വരെ, ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡ്, ഇന്ന് രാവിലെ 10 മണി വരെ നാളെ 10 മണി വരെയുള്ള ഒരു യൂറിൻ ഇത്രയാണെന്ന് പറയുന്നത്. എക്സസീവ് ആയിട്ടുള്ള ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടാം, ഹെമറേജ്, ബേൺസ്, ഡീഹൈഡ്രേഷൻ, ഷോക്ക്, ആ സമയങ്ങളിലെല്ലാം അക്യൂട്ട് ഗ്ലോമർലാർ നെഫ്രൈറ്റിസ് ഉണ്ടായി, അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടായി, അക്യൂട്ട് ഗ്ലോമർലാർ നെഫ്രൈറ്റിസ് ഉണ്ടായി, അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടായി. ഓക്കെ, അനൂറിയ എന്ന് പറയുന്നത് ഒരു ദിവസം 125 ml കുറവ് മാത്രമായിരിക്കും പേഷ്യൻസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞു, വോളിയം എങ്ങനെ മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അനൂറിയ, പോളിയൂറിയ, ഒലിഗൂറിയ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു, നോർമലി എങ്ങനെയാണ് അഡൽസിൻ എന്നൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം വരുന്നതാണ് കളർ. ഒരു സ്ട്രോ ടു ആംബർ കളറിലാണ് യൂറിൻ ഇരിക്കുന്നത്. ആ ഒരു യൂറിനിൽ നിന്നും പല വ്യത്യാസങ്ങളുണ്ടാകും. നല്ല ഡാർക്ക് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പേഷ്യൻ്റ് ഇസ് ഹാവിങ് ഒലിഗൂറിയ, യൂറിൻ്റെ ഔട്ട്പുട്ട് ആവശ്യത്തിന് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി നല്ല സ്മോക്കി ആയിട്ടുള്ള റെഡ് ബ്രൗൺ കളറാണെങ്കിൽ പേഷ്യൻ്റ് നല്ലൊരു റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടെന്നാണ്, റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടെന്നാണ്. യെല്ലോ ആണെങ്കിൽ ബിലിറൂബിൻ ആയിരിക്കും. പ്രധാനമായിട്ടും റെഡും യെല്ലോയും മറന്നു പോകരുത്. റെഡ് എന്ന് പറയുന്നത് ബ്ലഡ് ഉണ്ട് യൂറിനിൽ, യെല്ലോ ഉണ്ട്, അതായത് പേഷ്യൻറ്റിന് ബിലിറൂബിൻ ഉള്ളതെന്നാണ്. അടുത്തയാണ് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ആൻഡ് ടർബിഡിറ്റി. നോർമലായിട്ടുള്ള യൂറിന് ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ടായിരിക്കും കാണുന്നത്. ടർബിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. ഈ ക്ലൗഡി, ഹാസി, ടർബിഡ് എന്നൊക്കെ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ആ ഒരു യൂറിനകത്ത് മ്യൂക്കസോ ഫോസ്ഫേറ്റോ പസ്സും ക്രിസ്റ്റൽസും ബ്ലഡ് സെൽസും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്പാരൻസി ആൻഡ് ടർബിഡിറ്റി നോക്കുമ്പോൾ എന്താ മനസ്സിലാവാം, പേഷ്യൻറ്റിന് ഒരു ക്ലൗഡി ആയിട്ട് കാണുന്നുണ്ട്, പസ് അടങ്ങിയിട്ടുണ്ട്, അതായത് മ്യൂക്കോയിഡും റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഒക്കെ പ്രസൻസ് കൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. ഇനി മണം, നോർമലി ഒരു ഫെയിൻലി അരോമാറ്റിക് ഓർഡറാണ്. ഇനി ഒരു നല്ല ഫ്രൂട്ടി സ്മെല്ല് വരുന്നെങ്കിൽ DM ഉള്ള പേഷ്യൻസിന് അങ്ങനെ വരാം, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അസെറ്റോൺ. ബ്രാക്കറ്റിൽ നമുക്ക് കീറ്റോന്യൂറിയ എന്ന് പറയാം. അമോണിയത്തിൻ്റെത് ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ കൊണ്ട്. പിന്നെ പിട്രിഡ് ഓർ ഫൗള്, സിവിയർ UTI ഉള്ള സമയത്ത് ഫൗൾ സ്മെല്ലായിരിക്കും. അപ്പം നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ പറയുമ്പോൾ ആദ്യം വോളിയം പറയണം. നോർമലി എത്ര വോളിയമാണ് അഡൽറ്റിനും കുഞ്ഞുങ്ങൾക്കും എന്ന് പറയണം. ഒലിഗൂറിയ, പോളിയൂറിയ, അനൂറിയ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, എത്ര ml ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വോളിയം സിലിണ്ടറിലാണ് വോളിയത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഒരു എത്ര 24 hour യൂറിൻ ഒഴിക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം പറഞ്ഞതാണ് അതിൻ്റെ കളർ പല നിറത്തിലുണ്ട്, അതിൻ്റെ ഒരു മണം പറഞ്ഞു. പിന്നെ ടെർബിഡിറ്റി, ട്രാൻസ്പെറൻസി നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, മണം തന്നെ ഒരു ഫെയിൻലി ആയിട്ടുള്ളൊരു അരോമാറ്റിക് ഓർഡർ ആണെങ്കിൽ വ്യത്യാസം വരുന്നത് ഫ്രൂട്ടിയിൽ വ്യത്യാസമുണ്ട്, അമോണിയത്തിൽ വ്യത്യാസമുണ്ട്. അമോണിയം എന്നൊക്കെ പറയുന്നത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ട്, ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ കാരണമാണെന്ന് പറയാം. റിയാക്ഷൻ, നോർമലി യൂറിൻ എന്ന് പറയുന്നത് ഈസ് യൂഷ്വലി അസിഡിക് ആണ് യൂറിൻ.
ആൻഡ് 4.6 മുതൽ 8 വരെ വരാം. റിയാക്ഷൻ എന്ന് പറയുന്നത് നോർമൽ യൂറിൻ ആസിഡാണ് വിത്ത് pH വേരിയിങ് ഫ്രം 4.6 to 8 വരെ വരാം. ദ റിയാക്ഷൻ ഓഫ് യൂറിൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ യൂറിൻ. എങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യും? അവിടെ ഞാൻ വളരെ വളരെ എളുപ്പത്തിൽ റെഡ് ലിറ്റ്മസും ബ്ലൂ ലിറ്റ്മസും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ റെഡ് ലിറ്റ്മസിനെ ആ ഒരു യൂറിൻ ബ്ലൂ ആക്കുന്നെങ്കിൽ അത് ബേസ് ആയിരിക്കും, ഒരു ആൽക്കലൈൻ ആയിരിക്കും. അതായത് എൻ്റെ യൂറിൻ്റെ pH ആൽക്കലൈൻ ആയിരിക്കും. ഞാനൊരു ബ്ലൂ ലിറ്റ്മസ് യൂറിനോട്ട് ഇട്ടു, എന്നിട്ട് അത് റെഡ് ആയിട്ടുണ്ടെങ്കിൽ ആ യൂറിനിൽ അസിഡിക് നേച്ചറാണുള്ളത്. ദാറ്റ് ഈസ് 4.6 മുതൽ 8 വരെ നോർമൽ വരുന്ന യൂറിനിൽ വ്യത്യാസം വരുന്നുവെന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത് ലിറ്റ്മസ് പേപ്പറുകളാണ്. പലതരത്തിൽ ടർബിഡിറ്റിയും വോളിയവും കളറും ഓർഡറും പിന്നെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും pHും ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയട്ടോ. pH പറഞ്ഞപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്? നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയണം. 1.003 മുതൽ 1.035 വരെ, 1.003 മുതൽ 1.0035 വരെ വരാം. ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് 3 രീതിയിലാണ്: യൂറിനോമീറ്റർ, റിഫ്രാക്ട്രോമീറ്റർ ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. ഏതൊക്കെയാമോ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടെത്താനുള്ള 3 വഴികൾ? ഒന്ന് യൂറിനോമീറ്റർ, റിഫ്രാക്ടോമീറ്റർ ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. കേട്ടോ, എന്തൊക്കെയാണ് 3 മെത്തേഡ്? യൂറിനോമീറ്റർ, റിഫ്രാക്ടറി മെത്തേഡ് ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. യൂറിനോമീറ്ററിനകത്ത് വരുന്നത്, യൂറിനോമീറ്റർ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോമീറ്റർ ആണ്. നല്ല വെയിറ്റുള്ള ഗ്ലാസ് സിലിണ്ടർ അങ്ങ് വെക്കും. ആൻഡ് വിച്ച് ഫ്ലോട്ട്സ് ഇൻ യൂറിൻ. ഇതിനകത്തൊരു സ്റ്റെമ്മ് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കും. ആ സ്റ്റെമ്മ് എന്തിനാണ് മുഖ്യം അങ്ങനെ വെക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഗിവൺ ടെമ്പറേച്ചറിൽ. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി 1.010, നമുക്ക് നോർമൽ അറിയാം എത്രയാ, 1.003 മുതൽ 1.035 വരെ. ആ 1.010 വന്ന ആ ഒരു നിന്നാൽ നമ്മൾ പറയും ഐസോതിനൂറിയ. ഇറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റീവ് ഓഫ് സിവിയർ റീനൽ ഡാമേജ്. ഭയങ്കരമായിട്ടുള്ള റീനൽ ഡാമേജ് ഉള്ളപ്പോഴാണ് 1.010 വരുന്നത്. And with the disturbance of both the concentrating and diluting ability of the kidney. സ്പെസിഫിക് ഗ്രാവിറ്റി കൂടി. എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി അവിടെ കൂടുമ്പോൾ നമ്മൾ പറയുന്നത്? യൂറിനോമീറ്ററിൻ്റെ കാര്യമൊക്കെ പോട്ടെ, റിഫ്രാക്ടറി ഉണ്ട്, പഠിക്കുക. യൂറിനോമീറ്റർ ഉണ്ട്, റിഫ്രാക്ടറി ഉണ്ട്, ഡിപ്സ്റ്റിക് മെത്തേഡ് ഉണ്ട്, മറക്കരുത്. യൂറിനോമീറ്റർ ഉണ്ട്, റിഫ്രാക്ടറി ഉണ്ട്, ഡിപ്സ്റ്റിക് മെത്തേഡ് ഉണ്ടെന്ന്. ഇനി വളരെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞിരിക്കുന്നു, അതിനർത്ഥം പേഷ്യൻ്റ് ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് കൊണ്ടാണോ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കുറച്ചിങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആണെന്നത് ചിന്തിക്കുക. അപ്പം കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴാണ് വരുന്നത്? നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള എല്ലാ ഫ്ലൂയിഡും പോവുക, നമ്മൾ ഫ്ലൂയിഡ് എടുക്കുന്നില്ല, ഡീഹൈഡ്രേഷൻ, ഡയറിയ, വോമിറ്റിങ്, സ്വെറ്റിങ് എല്ലാം പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്ന എപ്പോഴാണ്? ഫ്ലൂയിഡിൻ്റെയൊക്കെ കൂടുമ്പം, എൻഡ് സ്റ്റേജ് കിഡ്നി പ്രശ്നമുള്ളപ്പം. ഫ്ലൂയിഡ് ഞാൻ ഒരുപാട് എടുത്തു, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, ഡയബറ്റിക് ഇൻസിപ്പിഡസ്, ഹൈപ്പർ ടെൻഷനാണ്, എപ്പോഴൊക്കെ വരാം. ഓക്കെ, അടുത്തയാണ് കെമിക്കൽ എക്സാമിനേഷൻ. യൂറിനോമീറ്ററിൻ്റെ ഒരു പടമുണ്ട്, നോക്കൂ. അടുത്തയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? വോളിയം പഠിച്ചു, കളറ് പഠിച്ചു, സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു, ഓർഡർ പഠിച്ചു, ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ടെർബിഡിറ്റി പറഞ്ഞു. വളരെ വളരെ ക്ലിയർ ആണ്. എല്ലാത്തിൻ്റെയും നോർമൽ വാല്യൂ ഉൾപ്പെടെ എഴുതണം. പിന്നെ വ്യത്യാസങ്ങൾ, കളർ വരുമ്പോൾ റെഡിൻ്റെയും യെല്ലോയുടെയും കാര്യം പറയണം. വോളിയം വരുമ്പോൾ നോർമൽ കുഞ്ഞുങ്ങൾക്കും അഡൽസിൻ്റെയും കാര്യം പറയണം. വോളിയം പറയുമ്പോൾ പോളിയൂറിയ, അനൂറിയ, ഒലിഗൂറിയ അത് പറയണം. കളറ് പറഞ്ഞല്ലേ. ഓർഡർ വരുമ്പോൾ ഫ്രൂട്ടി സ്മെൽ ആർക്കുക, അമോണിയേറ്റഡ് ആർക്കുക. അമോണിയം എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും അവിടെ. ക്ലിയർ അല്ലേ? ടെർബിഡിറ്റി പറയണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ പറയുമ്പോൾ നല്ല സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് ഡീഹൈഡ്രേഷനും വൊമിറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് കുറവ് വരുന്നത്. പേഷ്യൻ്റ് എന്തോ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
കെമിക്കൽ എക്സാമിനേഷൻ പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത് യൂറിനകത്ത് പ്രോട്ടീൻ കണ്ടെത്തുന്ന ഡിറ്റക്റ്റബിൾ പ്രോട്ടീനാണ് പ്രോട്ടീനൂറിയ. ഞാൻ എങ്ങനെ എൻ്റെ പ്രോട്ടീൻ കണ്ടുപിടിക്കാനായിട്ട് പോകും? ഇതിനുപയോഗിക്കുന്ന 3 മെത്തേഡുകളാണ്. ഒന്നാമത്തേതാണ് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ്. ഹീറ്റും അസറ്റിക് ആസിഡ് ടെസ്റ്റ് ഞാൻ ചെയ്യും. രണ്ടാമത്തേതായിട്ട് 2, 3 പറയുന്നത് ഹെല്ലേഴ്സ് ടെസ്റ്റ്. മൂന്നാമത്തേതാണ് ഡിപ്സ്റ്റിക് മെത്തേഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എവിടെ? സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് 3 മെത്തേഡാണ് പറഞ്ഞത്. യൂറിനോമീറ്റർ, റിഫ്രാക്ടോമീറ്റർ ആൻഡ് ഡിപ്സ്റ്റിക്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ്, ഹെല്ലേഴ്സ് ടെസ്റ്റ് പറയുന്നുണ്ട്, അവസാനം സ്റ്റിക്ക്. എന്ത് സ്റ്റിക്ക്? ഡിപ്പ് സ്റ്റിക്ക് മെത്തേഡ്. ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റാണ് നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിമ്പിളായിട്ട് എല്ലാം പറയുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്? ആദ്യം കുറച്ച് യൂറിൻ എടുക്കുന്നുണ്ട്. യൂറിനകത്തോട്ട് മീൻസ് യൂറിനല്ല, വേറെ എന്താണെങ്കിലും വെള്ളമാണെങ്കിലും വെള്ളത്തിനകത്തോട്ട് ആസിഡ് ഒഴിക്കില്ല. നമ്മൾ ആസിഡിനകത്തോട്ട് വെള്ളം ഒഴിക്കില്ല, അതും ഭയങ്കര ഡ്രോപ്പായിട്ട്. ഇവിടെ കൊയാഗുലേഷൻ ക്യാൻ ബി ഫെർദർ എൻഹാൻസ്ഡ് ബൈ എങ്ങനെ? ഡ്രോപ്പ് ഓഫ് അസറ്റിക് ആസിഡ് ആഡഡ്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള യൂറിൻ എടുക്കണം. അങ്ങനെ ഒരു 3/4. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ പാർട്ട് കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടർബിഡിറ്റി ഒക്കെ പോലെ തോന്നും. എന്നിട്ടൊരു 3 to 5 drops ഓഫ് 10% ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഒഴിക്കണം. അതായത് ആദ്യം ഞാൻ കുറച്ച് ഹീറ്റ് ആൻഡ് അസറ്റിക് എന്നാണ്. അപ്പം ഞാൻ യൂറിനെടുത്തു, ഹീറ്റ് ചെയ്തു. എവിടെ ചെയ്തു? അപ്പർ എൻഡിൽ. പിന്നെ അസറ്റിക് ആസിഡ് അതെന്ത് ചെയ്യുന്നുണ്ട്? 3 to 5 ml അത്രയൊക്കെ മതി. ഡ്രോപ്പ് മതി, ml അല്ല, ഡ്രോപ്പ് ഓഫ് 10% ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഒഴിച്ചു. എത്ര പെർസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? റിസൾട്ട് +1 ഉണ്ട്, പ്ലസ് ഉണ്ട്, 2+, പ്ലസ്, പിന്നെ 3+ ഉണ്ട്, പ്ലസ് 4+ ഉണ്ട്, പ്ലസ്. വളരെ എളുപ്പം. പടം വരയ്ക്കാം. ഇനി പ്രോട്ടീനൂറിയയുടെ കാരണങ്ങൾ. ഗ്ലോമറുല നെഫ്രൈറ്റിക് ഉണ്ട്, ട്യൂബുലർ ഡാമേജ് ഉണ്ട്, പ്രീ റീനൽ കേസുകളുണ്ട്. ഗ്ലോമറുലാർ ഡാമേജിനകത്ത് നെഫ്രോട്ടിക് സിൻഡ്രം ആയിരിക്കാം, അല്ലെങ്കിൽ അക്യൂട്ട് അഥവാ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആയിരിക്കാം. ട്യൂബ്യൂളിൻ്റെ പ്രശ്നം വന്നു, അത് പൈലോനെഫ്രൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ആവാം. അപ്പം ഗ്ലോമറുലാർ ഡാമേജ് എന്ന് പറയുമ്പോഴത്തേക്കും നെഫ്രോട്ടിക് സിൻഡ്രം പറയാം. ഗ്ലോമറുലാർ ഡാമേജ് എന്ന് പറയുമ്പോഴത്തേക്കും നെഫ്രോട്ടിക് സിൻഡ്രം വരാം. അക്യൂട്ട് ഓർ ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ട്യൂബുലാർ ഡാമേജ് എന്ന് പറയുന്നത് അപ്പം നെഫ്രോട്ടിക് സിൻഡ്രം വരും, അക്യൂട്ട് ആൻഡ് ക്രോണിക് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്. ട്യൂബുലാർ ഡാമേജ് എന്ന് പറയുന്നത് പൈലോനെഫ്രൈറ്റിസ്, അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്. പ്രീ റീനലിനകത്താണ് മൾട്ടിപ്പിൾ മൈലോമ വരുന്നത്. ബെൻസി ജോൺസ് പ്രോട്ടീൻ. അപ്പോൾ അതൊന്ന് നോക്കുക, കോസസ് ഓഫ് പ്രോട്ടീനൂറിയ. പ്രോട്ടീന് 24 hour യൂറിൻ സാമ്പിളിൽ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അത് 3.5 gram പെറിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രം ആണെന്ന് സസ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഓർത്തോസ്റ്റാറ്റിക് ഓർ പോസ്റ്റൂറൽ പ്രോട്ടീനൂറിയ. അടുത്തയാണ് റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻ യൂറിനകത്ത് കാണുന്ന റെഡ്യൂസിങ് സബ്സ്റ്റൻസ്. റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻ യൂറിൻ മേ ബി ഷുഗർ അല്ലെങ്കിൽ നോൺ ഷുഗേഴ്സ് ആയിരിക്കാം. ഷുഗർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, പെൻഡോസ്, ഗാലക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ് ഒക്കെ വരാം. അപ്പം റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻ യൂറിൻ എന്ന് പറയുമ്പോൾ ഷുഗർ ഉണ്ട്, നോൺ ഷുഗർ ഉണ്ട്. പ്രോട്ടീനാണ് പറയുന്നത്. നമ്മളിപ്പം പ്രോട്ടീനായിട്ടാണ് ഇത്ര നേരം പറഞ്ഞത്. 3 ടെസ്റ്റുകളുണ്ട്. ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, ഹെല്ലേഴ്സ് ടെസ്റ്റ് ഉണ്ട്, ദെൻ ഹീറ്റ് ആൻഡ് അസറ്റിക്
ആസിഡ് ടെസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് പറയുന്ന കോസസ് ഓഫ് പ്രോട്ടീനൂറിയ അത് പറഞ്ഞു. റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻ യൂറിന്, റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻ യൂറിൻ എന്ന് പറയുന്നത് ഷുഗർ ആവാം ആൻഡ് നോൺ ഷുഗേഴ്സ് ആവാം. ഷുഗറിനകത്ത് വരുന്നതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, പെൻറ്റോസ്, ഗാലക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ് ഒക്കെ. The presence of detectable amount of glucose in urine is called glycosuria. Non-sugarനകത്ത് വരുന്ന ascorbic acid, uric acid, urates, salicylates, streptomycin, phenols. റെഡ്യൂസിങ് സബ്സ്റ്റൻസിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബെനഡിക്റ്റ് ടെക്സ്റ്റും ഡിപ്സ്റ്റിക് മെത്തേഡും ആണ്. റെഡ്യൂസിങ് ഷുഗർ, അപ്പോൾ ഷുഗറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും റെഡ്യൂസിങ് ഷുഗറുണ്ട്, നോൺ റെഡ്യൂസിങ് ഷുഗറുണ്ട്. ഷുഗറിനകത്ത് വരുന്നതാണ് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെ കാര്യമൊക്കെ. ആൻഡ് അവിടെ പറയേണ്ടതാണ് ഗ്ലൈക്കോസ്യൂറിയയുടെ കേസ്. നോൺ റെഡ്യൂസിങ്ങിനകത്താണ് അസ്കോർബിക് ആസിഡ് വരുന്നത്. ദെൻ റെഡ്യൂസിങ് സബ്സ്റ്റൻസിന് ൻ്റെ ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റും ഡിപ്സ്റ്റിക് മെത്തേഡും. ബെനഡിക്റ്റ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 2 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ, അതായത് ഗ്ലൂക്കോസ് സൊല്യൂഷൻ, ഗ്ലൂക്കോസിനകത്തോട്ട് ആഡ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ബെനഡിക്റ്റ് സൊല്യൂഷൻ, എന്നിട്ടിത് ഹീറ്റ് ഇൻ വാട്ടർ ബാത്ത് ഒരു ബ്രിക്ക് റെഡ് പേഴ്സിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നെങ്കിൽ പോസിറ്റീവാണ്. ഓക്കെ, അതായത് ഒരു 5 ml ബെനഡിക്റ്റ് റിയേജൻറ്റ് വേണം. ഇതിനകത്തോട്ടൊരു 8 ഡ്രോപ്പ് ഓഫ് യൂറിൻ ഒഴിക്കണം, ഒരു 8 ഡ്രോപ്പ്. എന്നിട്ടിത് 5 മിനിറ്റോളം ഏകദേശം ബോയിൽ ചെയ്തിട്ട് കൂൾ ചെയ്യാനായിട്ട് അനുവദിക്കണം. ദ ചേഞ്ച് ഓഫ് ദ കളർ ഫ്രം ബ്ലൂ ടു ഗ്രീൻ. ഇത് എളുപ്പമാണ് പഠിക്കാൻ. വിബ്ജിയോർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? VIBG അങ്ങനെയല്ലേ? വിബ്ജിയോർ, VIB. ബ്ലൂയിൽ നിന്ന് അടുത്ത ഏതാണ്? വിബ്ജിയോർ, G അല്ലേ? ബ്ലൂയിൽ നിന്ന് ഗ്രീനിലോട്ട്, ഗ്രീനിൽ നിന്ന് യെല്ലോയിലോട്ട്, യെല്ലോയിൽ നിന്ന് ഓറഞ്ചിലോട്ട്, ഓറഞ്ചിൽ നിന്ന് റെഡിലോട്ട്. എളുപ്പമല്ലേ അത്? കളർ ചേഞ്ച് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ പെട്ടെന്ന് പഠിച്ചില്ലേ വിബ്ജിയോർ ടെക്നിക്ക് വഴി. അപ്പം ബെനഡിക്റ്റ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ പറയാം? ഒരു 5 ml ബെനഡിക്റ്റ് റിയേജൻറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം ബോയിൽ ആൻഡ് ആഡ് 8 ഡ്രോപ്സ് ഓഫ് യൂറിൻ. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി. 5 ml ഓഫ് ബെനഡിക്റ്റ് റിയേജൻറ്റ് ടെസ്റ്റ് ട്യൂബിനകത്ത് എടുക്കണം. എന്നിട്ട് ബോയിൽ ചെയ്തിട്ട് ഒരു 8 ഡ്രോപ്പ് ഓഫ് യൂറിൻ ആഡ് ചെയ്യണം. 5 ml ഓഫ് ബെനഡിക്റ്റ് റിയേജൻറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. എന്നിട്ട് ബോയിൽ ചെയ്തിട്ട് 8 ഡ്രോപ്പ് ഓഫ് യൂറിൻ ഒഴിക്കണം. അടുത്തത് ഡിപ്സ്റ്റിക് മെത്തേഡ് പറഞ്ഞു. നമ്മൾ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞപ്പം പഠിച്ചു. അതിന് പുറമെ ആദ്യത്തെ എന്തുവായിരുന്നു? ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ്, ഹെല്ലേഴ്സ് ടെസ്റ്റ്, ഹീറ്റ്, ഡിപ്സ്റ്റിക്ക്, അത് 3 ഒരുമിച്ചല്ലേ പഠിച്ചത്? പ്രോട്ടീൻ ആയിരുന്നു. പിന്നെ റെഡ്യൂസിങ് ഷുഗറുണ്ട്, നോൺ റെഡ്യൂസിങ് ഷുഗറിൻ്റെ കാര്യം പറഞ്ഞ്. നോൺ റെഡ്യൂസിങ് ഷുഗർ കണ്ടെത്താനായിട്ടാണ് ബെനഡിക്റ്റ് ടെസ്റ്റും പിന്നെ വീണ്ടും ഡിപ്പ് ടെസ്റ്റ്. അടുത്തത് കീറ്റോൺ ബോഡീസ് എന്താണെന്ന് അറിയണം. കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം എപ്പോഴെങ്കിലും ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫാറ്റാണ് ഒരു എനർജി സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വേണം. കീറ്റോൺ ബോഡീസിലുള്ളതാണ് അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്. ഇപ്പം എന്തൊക്കെ വരുന്നുണ്ട്? കീറ്റോൺ ബോഡീസിനകത്ത് വരുന്നതാണ് അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ആൻഡ് അസറ്റോണ്. കീറ്റോൺ ബോഡീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് യൂറിൻ അനാലിസിസിനകത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ പഠിച്ചു. കെമിക്കൽ വന്നപ്പോഴത്തേക്ക് പ്രോട്ടീൻ പഠിച്ചു, റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ പറഞ്ഞു. ഇതിന് ശേഷം പറഞ്ഞ എന്താണ്? പിന്നെ നമ്മൾ
കീറ്റോൺ ബോഡീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. കീറ്റോൺ ബോഡീസിൽ പിന്നെ എന്തായിരുന്നു കീറ്റോൺ ബോഡീസിലെങ്കിൽ അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ആൻഡ് അസറ്റോണ്. കീറ്റോൺ ബോഡീസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഏതൊക്കെ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്? റൊതീറാസ് ടെസ്റ്റ്, ഗെർഹാർഡ് ടെസ്റ്റ് ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. എല്ലാത്തിനകത്ത് ഡിപ്സ്റ്റിക് മെത്തേഡുണ്ട്. ഡിപ്സ്റ്റിക് മെത്തേഡ് എളുപ്പമല്ലേ? പ്രോട്ടീനാണ് കൂടുതൽ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, കണ്ടെത്തും. കീറ്റോൺ ബോഡീസ്, അതായത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫാറ്റാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. കീറ്റോൺ ബോഡീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റൊതീറാസ് ടെസ്റ്റ്, ഗെർഹാർഡ് ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. റൊതീറാസ് ടെസ്റ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കീറ്റോൺസ് സോഡിയം നൈട്രോപ്രൊസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി ടു ഫോം എ പർപ്പിൾ കളർ കോമ്പൗണ്ട്. ഓ മൈ ഗോഡ്, ഒരു പർപ്പിൾ കളർ കോമ്പൗണ്ട് ഫോം ചെയ്യും വിത്ത് ദ പ്രസൻസ് ഓഫ് സോഡിയം നൈട്രോപ്രൊസൈഡ്. കീറ്റോൺസ് സോഡിയം നൈട്രോപ്രൊസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു 4 ml ഓഫ് യൂറിന് ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. റൊതീറസ് ടെസ്റ്റിനായത് എന്താ ചെയ്യുന്നത്? ഒരു 4 ml ഓഫ് യൂറിൻ എടുത്തതിന് ശേഷം കുറച്ച് ക്രിസ്റ്റൽസ് ഓഫ് സോഡിയം നൈട്രോപ്രൊസൈഡ് ആഡ് ചെയ്യണം. ദെൻ ആൻഡ് സാച്ചുറേറ്റ് ദ യൂറിൻ വിത്ത് അമോണിയം സൾഫേറ്റ്. അപ്പം ഇവിടെ എഴുതാനുള്ളത് സോഡിയം നൈട്രോപ്രൊസൈഡിൻ്റെ ഒരു കുറച്ച് ക്രിസ്റ്റൽസ്, പിന്നെ അമോണിയം സൾഫേറ്റിൻ്റെ കാര്യം പറയണം. ഇതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഓക്കെ, then overlay with the few drops of liquor ammonia. Interpretation എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എ പർപ്പിൾ റിങ്. ഒരു പർപ്പിൾ റിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യെസ് there is the presence of ketone in റൊതീറാസ് ടെസ്റ്റ്. കൊള്ളാം. നൈട്രോപ്രൊസൈഡ്, സോഡിയം നൈട്രോപ്രൊസൈഡ്, അമോണിയം സൾഫേറ്റ് ഒക്കെ ഉപയോഗിക്കാം. വെരി ഗുഡ്, വെരി വെരി ഗുഡ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കീറ്റോനൂറിയ വന്നത്? ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ആയിരിക്കാം, സ്റ്റാർവേഷൻ കൊണ്ട്, വോമിറ്റിങ്, ഫെബ്രൈൽ ഇൽനെസ് ആൻഡ് എക്ലാംസിയ. ഒരു പടം വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, പർപ്പിൾ കളർ റിങ് കണ്ടോ? സീൻ, യെസ് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് കീറ്റോൺസ് എന്ന് പറയാം. അടുത്തയാണ് ബിലിറൂബിൻ, ബൈൽ പിഗ്മെൻറ്റ്. The test for bilirubin in urine provides information concerning metabolism or systemic disorders. Bilirubin is breakdown the product of hemoglobin and normally not present in urine. Normally അങ്ങനെ യൂറിനിൽ പ്രസൻ്റ് ആയിട്ടൊന്നും ഇല്ല. ദെൻ ടെസ്റ്റ് ഫോർ ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ ഫൗച്ചേഴ്സ് ടെസ്റ്റും ഡിപ്സ്റ്റിക് മെത്തേഡും. വാവ്. അപ്പം അപ്പുറത്ത് നമ്മൾ എന്തൊക്കെ മെത്തേഡ് പറഞ്ഞു? റൊതീറാസ് ടെസ്റ്റ്, പിന്നെ ജീവിച്ചു തുടങ്ങുന്ന ഒരു ടെസ്റ്റ് പഠിച്ചില്ലേ, ഗെർഹാർഡ് ടെസ്റ്റ് ആൻഡ് ഡിപ്സ്റ്റിക്ക്. അത് ഗെർഹാർഡ് എന്ന ഐഡിൻ വെച്ചിട്ടെന്തോ അയൺ സംതിങ്. അടുത്തയാണ് ബിലിറൂബിൻ. ബിലിറൂബിൻ കണ്ടെത്താനായിട്ട് അപ്പം നമ്മൾ പ്രോട്ടീൻ പഠിച്ചു, കീറ്റോൺ പഠിച്ചു. അടുത്തയാണ് ബിലിറൂബിൻ. ബിലിറൂബിൻ്റെ കാരണങ്ങൾ, ബിലിറൂബിൻ്റെ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഫൗച്ചേഴ്സ് ടെസ്റ്റും ഡിപ്സ്റ്റിക് മെത്തേഡുമാണ്. ഫൗച്ചേഴ്സ് ടെസ്റ്റും ഡിപ്സ്റ്റിക് മെത്തേഡ്, എല്ലാത്തിനകത്തും ഡിപ്സ്റ്റിക് മെത്തേഡ്. ഫൗച്ചേഴ്സ് ടെസ്റ്റ്, അത് പക്ഷേ മറന്നു പോവല്ലേ. ഫൗച്ചേഴ്സ് ടെസ്റ്റ് ഉണ്ട്, ഡിപ്സ്റ്റിക് മെത്തേഡ് ഉണ്ട്. ഹെപ്പാറ്റോ സെല്ലുലാർ ജോണ്ടിസ് ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഒക്കെ കാണാം. അതായത് യൂറോബിലിനോസിനെ സംബന്ധിച്ചിടത്തോളം നോർമലി യൂറിനിൽ കുറച്ച് എമൗണ്ട്, ഒരു 1 to 2 mg/dL അത്രയും എമൗണ്ട് കാണും നോർമലി. ഇതിൻ്റെ ഒരു ഇൻസഫിഷ്യൻസി ഒരു സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് റിയാക്ഷൻ കോസ് ചെയ്യാം. എപ്പോഴാണോ നമ്മുടെ ലിവർ ആവശ്യത്തിന് ഒരു എഫിഷ്യൻസി കാണിക്കുന്നില്ല ഇൻ ഓർഡർ ടു റിമൂവ് ദ റീഅബ്സോർബ്ഡ് യൂറോബിലിനോജൻ ഫ്രം ദ വാട്ടർ സർക്കുലേഷൻ ആൻഡ് മോർ യൂറോബിലിനോജൻ ദാൻ നോർമൽ. നോർമലിനെക്കാട്ടും കൂടുതലായിരിക്കും. യൂറോബിലിനോജനാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എഹ്ർലിച്ച് ടെസ്റ്റ് ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. ഇത് ടെസ്റ്റ് വെരി ഗുഡ്, തെളിയല്ല. എഹ്ർലിച്ച് ടെസ്റ്റ് ആൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. നമ്മൾ ഇപ്പോൾ ഇതൊരു പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, കീറ്റോൺ ബോഡീസിൻ്റെ കാര്യം പഠിച്ചു, പ്രോട്ടീൻ, കീറ്റോൺ ബോഡീസ്,
ബിൽറൂബിൻ്റെ കാര്യം പറഞ്ഞ് ബിലിറൂബിൻ, ഫൗച്ചേഴ്സ് ടെസ്റ്റ്, ഡിപ്സ്റ്റിക് മെത്തേഡ്. വേറെണ്ണം നമ്മൾ പഠിച്ചായിരുന്നില്ല, ഓർക്കുന്നുണ്ടോ? ഡിപ്സ്റ്റിക് മെത്തേഡ് മറന്നു, സ്വാഭാവികം. കീറ്റോൺ ബോഡീസ്, ടെസ്റ്റ് ഫോർ കീറ്റോൺ ബോഡീസ്, പ്രോട്ടീന്, കീറ്റോൺ ബോഡീസ് ആയതേ ഉള്ളൂ, ആയില്ല. ബിലിറൂബിനുണ്ട്, പിന്നെ യൂറോബിലിനോജൻ്റെ കേസിൽ എർലി സ്റ്റാൻഡ് ഡിപ്സ്റ്റിക് മെത്തേഡ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പോകുന്നു, കാരണം ഇതിന് തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ ബൈൽ സോൾട്ട് പൊതുവേ യൂറിൽ കാണൂല, എങ്കിലും ഉപയോഗിക്കാൻ ചെയ്യുന്നൊരു ടെസ്റ്റ് എന്ന് വെച്ചാൽ ഹൈ സൾഫർ ടെസ്റ്റ്, ഡിപ്സ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, പിന്നെ ഹീമോഗ്ലോബിനൂറിയ, മയോഗ്ലോബിനൂറിയ അങ്ങനെയൊക്കെ പറയാം. ബെൻസിഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓർത്തോടൊളിഡിൻ ടെസ്റ്റ്, ഡിപ്സ്റ്റിക് മെത്തേഡ്. പിന്നെ കോസസ് ഓഫ് ഹെമറ്റൂറിയ, യൂറിനകത്ത് ബ്ലഡ് കാണുന്നത് എന്തുകൊണ്ടാണ്? കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ മൾട്ടി റിയേജൻ സ്റ്റെപ്പ് ഫോർ യൂറിൻ ടെസ്റ്റിംഗ്, ഓട്ടോമേറ്റഡ് യൂറിൻ അനലൈസിസ്, ഫുള്ളി ഓട്ടോമേറ്റഡ് യൂറിൻ അനലൈസർ provided with automatic function which are presently available. ഓട്ടോമേറ്റഡ് യൂറിൻ അനാലിസിസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസ്കോപ്പി എക്സാമിനേഷനകത്ത് വരുന്നതാണ് മൈക്രോസ്കോപ്പ്. നമ്മൾ ഫിസിക്കൽ പറഞ്ഞു, കെമിക്കലത് കുറേ പറഞ്ഞു. കീറ്റോണും പ്രോട്ടീനും, കീറ്റോൺ ബോഡീസ്, പ്രോട്ടീൻസ്, ദെൻ ബിലിറൂബിൻ, യൂറോബിലിനോജൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു. യെസ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വരുമ്പം സെല്ല്, കാസ്റ്റ്, ക്രിസ്റ്റൽസ് ഒക്കെ വരുന്നുണ്ട്. സെല്ലുകൾ എന്ന് പറയുമ്പോൾ RBC, WBC, എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ. കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്, ആൻഡ് കിഡ്നിയിൽ മാത്രമേ കാണത്തുള്ളൂ. എന്തെങ്കിലും റീനൽ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദെൻ പടങ്ങൾ നോക്കിക്കോ, വേണമെങ്കിൽ പടങ്ങൾ നോക്കൂ, ക്ലിയർ അല്ലെങ്കിൽ നോക്കൂ. പല പല പടങ്ങൾ. അടുത്തയാണ് ക്രിസ്റ്റൽസ്. ഇത് പൊതുവെ യൂറിനിൽ കാണില്ല, നോർമലായിട്ട് കാണില്ല. ഓക്സലേറ്റിൻ്റെയും യൂറിൻ്റെയും സിസ്റ്റീൻ്റെയൊക്കെ ക്രിസ്റ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ ദ പ്രസൻറ്റ് ഇൻ പേഷ്യൻസ് വിത്ത് ഹിസ്റ്ററി ഓഫ് റീനൽ ഹിസ്റ്ററി. അതായത് റീനൽ സ്റ്റോൺ ഉണ്ട്, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ ക്രിസ്റ്റൽസ് കാണുന്നത്. യൂറേറ്റ്സ് എലോൺസ് ആണ് കാണുന്നതെങ്കിൽ ഗൗട്ടായിരിക്കാം, യൂറേറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഗൗട്ടായിരിക്കാം. ഇനി യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. കളക്ഷൻ മിഡ്സ്ട്രീം യൂറിനാണ്, 5% ഷീപ്പ് ബ്ലഡ്, മെക്കോങ്കി അഗാർ ഉപയോഗിക്കാം. ഇനി ഡയഗ്നോസിസ്, നമ്മൾ 1,00,000 കോളനി പെർ യൂണിറ്റ് ml ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ബാക്ടീരിയൂറിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക്കിനകത്ത് എന്തൊക്കെ പഠിച്ചു? കാസ്റ്റും പിന്നെ ക്രിസ്റ്റൽസും യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ഒക്കെ പറഞ്ഞു. പിന്നെ സെൽസിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെയാണ് ഡിപ്സ്റ്റിക് മെത്തേഡിൻ്റെ പടങ്ങൾ. കാണൂ, കണ്ടാസ്വദിക്കൂ. ഓക്കെ, ഇത്രയുമാണ് യൂറിൻ അനാലിസിസിനകത്തുള്ളത്. ഓക്കെ, ജസ്റ്റ് എനിക്ക് പറയാം, എന്തായാലും ഒരു ടേം കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ക്ലിയർ ആയിട്ട് ഓർത്തെടുക്കണമെന്നൊന്നുമില്ല. വീണ്ടും ഒന്ന് കേട്ടു നോക്കുക. മെയിനായിട്ടുള്ള ഹെഡിങ് മാത്രം ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് നോട്ട് ജസ്റ്റ് ഏറ്റവും ഹെഡിങ് മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷോർട്ട്സ് ഇടാം, ചോദിച്ചാൽ മതി പേഴ്സണലായിട്ട്. യെസ്, ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സ്റ്റൂൾ എക്സാമിനേഷനായിട്ട് വരാം. ഓക്കെ, അതിന് മുമ്പ് യൂറിൻ അനാലിസിസ് നന്നായിട്ട് പഠിക്കണം കേട്ടോ, പ്രത്യേകിച്ച് ഹെഡിങ്. എന്നിട്ട് അതിനകത്ത് വരുന്ന ടെസ്റ്റുകൾ, ടെസ്റ്റുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അത്രയുള്ളൂ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്നോട് പറയണം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ കണ്ടേ നമുക്ക് സ്റ്റൂളിനെ കുറിച്ച് പഠിക്കണ്ടേ എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.